നമസ്കാരം. ആലപ്പുഴയിലെ പോരാളി ഷാജിമാർ, സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. പണ്ടേ പാർട്ടിക്കുള്ളിലെ പോരാളിയായിരുന്നു മുൻ മന്ത്രി ജി സുധാകരൻ. ആലപ്പുഴയിലെ ഉൾപാർട്ടി സമരത്തിൽ ഒരു കാലത്ത് ഒരു ഭാഗത്ത് എന്നും ജി സുധാകരൻ ഉണ്ടായിരുന്നു. പ്രായപരിധി മൂലം തെരഞ്ഞെടുപ്പ് രംഗത്തു നിന്നും സംഘടനാ രംഗത്തു നിന്നും വിരമിച്ചതിനോട് പക്ഷേ പൊരുത്തപ്പെട്ടിട്ടില്ല സഖാവ്. എം.എൽ.എമാരും മന്ത്രിമാരുമായി മാറിയ പഴയ ശിഷ്യന്മാർ വേണ്ട വിധം ബഹുമാനിക്കുന്നില്ല എന്നൊരു തോന്നലുണ്ട്. പാർട്ടി പരിപാടികളിലൊന്നും പണ്ടേ പോലെ ക്ഷണമില്ല. കിട്ടുന്ന മറ്റു വേദികളിലൊക്കെ പോയി പ്രസംഗിക്കുന്നത് പാർട്ടിക്കും സർക്കാരിനും അലോസരമുണ്ടാക്കുന്ന വാക്കുകൾ. സഖാവ് പാർട്ടിയുമായി ചേർന്ന് പോകണമെന്ന പഴയ ശിഷ്യൻ മന്ത്രി സജി ചെറിയാൻ്റെ ഉപദേശമാണ് ജി സുധാകരനെ ഒടുവിലായി പ്രകോപിപ്പിച്ചത്. നമ്മൾ തമ്മി ഇങ്ങനെ കീരിയും പാമ്പും പോലെ കഴിയേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ ഇവിടുത്തെ ഗാർഡനർ, ക്ലാര കുക്ക്, ഒരേ സ്കെയിലിൽ ശമ്പളം പറ്റുന്ന അടിസ്ഥാന വർഗമാണ് നമ്മൾ. അദ്ദേഹം പാർട്ടിയോടൊപ്പം ചേർന്ന് പോകണം. പാർട്ടിക്ക് വ്യത്യസ്തനല്ല ജി സുധാകരൻ. പാർട്ടിയോടൊപ്പം ചേർന്ന് പോകേണ്ട ആളാണ്. പാർട്ടി എല്ലാ കാര്യത്തും അദ്ദേഹത്തെ യോജിപ്പിച്ച് കൊണ്ടുപോകാൻ എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ അത് യോജിപ്പിച്ച് കൊണ്ടുപോകുന്ന നിലപാട് പാർട്ടി സ്വീകരിക്കും. ഞാൻ പാർട്ടിയോട് ചേർന്നല്ല പോകുന്നത്, പാർട്ടിക്കകത്താണ് നിൽക്കുന്നത്. അത് തന്നെ സഹിക്കാൻ പറയാറില്ല. സഹിച്ചത് ഞാൻ മാർക്സിസ്റ്റ് ശൈലിയിൽ, സംഘടനാ ശൈലിയിൽ സംസാരിക്കാൻ ഈ ഉന്നതമായ സ്ഥാനത്തെത്തിയിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണിത്. എന്നെ വകുപ്പ് പഠിപ്പിക്കാൻ നീ ആരാടാ? നീ ഞരമ്പേ കളിക്കുമ്പോഴേ ഞാൻ വരമ്പേ കളിക്കുവാ. എത്രയോ ദുർഘട ഘട്ടങ്ങളിൽ കൈത്താങ്ങായി നിന്ന് സഹായിച്ച് ഈ നിലയിൽ എത്തിച്ചതിൽ എനിക്കൊരു ചെറിയ പങ്കുണ്ട്. അദ്ദേഹവും കുറച്ച് പാർട്ടിയുമായിട്ട് ചേർന്ന് പോകുന്നതും അദ്ദേഹം ശ്രദ്ധിക്കുന്നില്ലായിരിക്കും. മൊത്തത്തിൽ ഒരു നല്ല അന്തരീക്ഷം വരുന്നതായിരിക്കും പൊതുവെ. ഞാൻ പാർട്ടിക്കകത്താണ്, പാർട്ടിയോട് ചേർന്ന് പോകുന്ന ഞാൻ ഘടക കക്ഷിയല്ല. സൂക്ഷിച്ച് സംസാരിച്ചാൽ കൊള്ളാം. ചെറിയ ഇപ്പം ഈ കുടുംബനാഥനായ എന്നോട് ഒരാൾ പറയുകയാണ്, നിങ്ങളുടെ പാർട്ടിയുടെ ആ വീടിൻ്റെ മുറ്റത്തൂടെ പോകാൻ. യു സി, ഇതൊരു പാർട്ടി അനാലിസിസ് ആണോ? പാർട്ടി വാചകമാണോ? ഇത് ശരിയാണോ? താത്വികമായി, സംഘടന, രാഷ്ട്രീയമായി? അവൻ കൊച്ചല്ലേ, വിവരം വരാൻ ഇനിയും 2-3 വർഷം എടുക്കും. അതിനുള്ള വളം ഞാൻ ഇടുന്നുണ്ട്. അതിലും ഭേദം ടിക്ടോണ്ടിയാ. അതും പരീക്ഷിക്കാം. എനിക്ക് പ്രതീക്ഷയില്ല. കതിരെ വളം വെച്ചിട്ട് എന്താ പ്രയോജനം? അദ്ദേഹം പാർട്ടിയോടൊപ്പം ചേർന്ന് പോകണം. പാർട്ടിക്ക് വ്യത്യസ്തനല്ല ജി സുധാകരൻ. പാർട്ടിയോടൊപ്പം ചേർന്ന് പോകേണ്ട ആളാണ്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നൊരു നേതാവ് പറയുകയാണ് പാർട്ടിയോട് ചേർന്ന് പോകണമെന്ന്. പാർട്ടിക്ക് അകത്ത് നിൽക്കുന്നത് എന്നോട് പറയുക, അകത്തുനിന്ന് വെളിയിൽ വരിക, എന്നിട്ട് ചേർന്ന് പോകുക. അപ്പം സിമ്പതൈസർ ആവാൻ പറയുകയാണ്. ചേർന്ന് പോകുന്നവരെയാണ് സിമ്പതൈസർ എന്ന് വിളിക്കുന്നത്. അറിയാമോ? ഇതുപോലും അറിയാൻ വയ്യാത്ത ഒരാളാണ് എന്നെ ഉപദേശിക്കുന്നത്. ഉപദേശങ്ങൾ ആർക്കു വേണം ഇക്കാലത്ത്? അതും അർഹതയും പ്രായവും പ്രത്യയശാസ്ത്ര ബോധവും കുറഞ്ഞ തൻ്റെ പഴയ ശിഷ്യൻ്റേത്. ചെറിയാൻ അതിനായിട്ടില്ലെന്ന് തുറന്നടിക്കുന്നു ജി സുധാകരൻ സഖാവ്. നീ ദയവായി ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം. എനിക്കൊന്നും കേൾക്കണ്ട. അവിടെ അങ്ങനെ അദ്ദേഹത്തിനെതിരെ വ്യക്തിപരമായ ആക്ഷേപങ്ങൾ വന്ന ഒരു ഇഷ്യൂ ഞങ്ങളുടെ മുമ്പിൽ വന്നിരുന്നു. അത് ഞാൻ തന്നെ നേരിട്ടിടപെട്ട് അവിടെ അപ്പം സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു. മുമ്പ് ഇങ്ങനെയൊക്കെ ആക്ഷേപിച്ചവരെ ഞങ്ങൾ പറഞ്ഞ് തിരുത്തിയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ് തിരുത്താൻ ഇദ്ദേഹം പറഞ്ഞാൽ കേൾക്കുന്നവരാണെന്നല്ലേ എൻ്റെ അർത്ഥം. ഞാൻ പറയുന്ന ഒന്ന് തുടരുത്. നീ ഇമോഷണൽ ആവരുത്. പറഞ്ഞ് തിരുത്തണമെങ്കിൽ സഹിച്ചറിയാൻ പറഞ്ഞാൽ കേൾക്കുന്നവരാണ് അവരെല്ലാവരും സ്വയം സമ്മതിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. പറയാനും അറിയില്ല. ഇടയ്ക്ക് കുറച്ചു കാലം മന്ത്രിസഭയിൽ നിന്ന് മാറിയോ? അപ്പോൾ മനോഹരമായ ഭരണഘടനയാണ് ഇന്ത്യയിൽ എഴുതി വെച്ചിട്ടുള്ളത്. നമ്മളെല്ലാം പറയും മതേതരത്വം, ജനാധിപത്യം, കുന്തം കുറച്ചക്രമൊക്കെ എൻ്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹമാണ് എന്നെ ഉപദേശിക്കുന്നത്. മന്ത്രിസഭയിൽ ഞങ്ങൾ 10 വർഷം എഴുന്നിട്ട് ഞങ്ങളാരും മാറി. അപ്പം ഞാൻ പറയുന്നത് എന്നെ ഉപദേശിക്കാനുള്ള അർഹതയോ അതിനുള്ള പ്രായവും അതിനുള്ള എന്താ പറയുക പ്രത്യയശാസ്ത്ര ബോധമോ ഒന്നും അദ്ദേഹത്തിന് ഉണ്ടെന്ന് അദ്ദേഹം കരുതുന്നുണ്ടെങ്കിൽ ജനം അങ്ങനെ കരുതുന്നില്ല. എന്റെ സമാവാൻ ഏത് കാര്യത്തിലും നിനക്ക് ജന്മത്ത് പറ്റില്ല മോനെ. വല്യരാമന്മാര് ഞാൻ എപ്പോഴും. ഫേസ്ബുക്ക് പോസ്റ്റ് വഴി സുധാകരൻ സഖാവിനെ ഉപദേശിക്കാൻ ശ്രമിച്ച AK ബാലനും കണക്കിന് കിട്ടി. താൻ SFI സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ സമ്മേളനത്തിന് വന്ന വെറുമൊരു പ്രതിനിധിയായിരുന്നു ബാലൻ എന്നാണ് സുധാകരൻ്റെ അഭിപ്രായം. പക്ഷേ അത് പണ്ടല്ലേ. ഇരുവരും ഒരേ മന്ത്രിസഭകളിൽ 2 വട്ടം മന്ത്രിമാരായിരുന്നവരാണ്. അതുപോലെ ഞാൻ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ ബ്രണ്ണൻ കോളേജിലെ ഒരു യൂണിറ്റ് നേതാവായിരുന്ന പ്രതിനിധിയായി സംസ്ഥാന സമ്മേളനത്തിൽ SFI സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുത്ത ആളാണ് AK ബാലൻ.
അവൻ മതം പൊട്ടി നിൽക്കുന്ന ആനയാണ്. 2 തേങ്ങെങ്കിലും കുത്തി മറിക്കാതെ അവൻ അടങ്ങില്ല. ചന്ദ്രൻ അവന് പറ്റിയ നല്ലൊരു ഉണക്കത്തങ്ങ. അദ്ദേഹം 72 കൂടി SFIയുടെ സംസ്ഥാന സമ്മേളനത്തെ കാര്യമൊക്കെ എപ്പോഴും പറയുന്നത്. അന്ന് അദ്ദേഹത്തെ ഞാൻ വിമർശിച്ചു. കാരണം എന്നെ വിമർശിച്ചതിന് പിന്നെ എന്നെ ഞാൻ വിമർശിക്കത്തില്ലേ. ഞാൻ നടത്തിയിട്ടുള്ള ഒരു വിമർശനത്തിന് അദ്ദേഹം ഉരുളക്കുപ്പേരി തരുന്നത് പോലെയാണ് എനിക്ക് മറുപടി വന്നത്. അതാണ് മാക്ബത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എൻ്റെ പരാമർശത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം. ഞാൻ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. ഞങ്ങൾ വെച്ച റിപ്പോർട്ടിന്മേൽ വൾഗർ ക്രിറ്റിസിസം നടത്തി. പറയാൻ പാടില്ലാത്ത കാര്യമാണ്. വാക്കുകൾ ഉപയോഗിച്ചു. ട്രാക്കുള എന്നൊക്കെ വിളിച്ചു. മനസ്സിലായില്ലേ? ട്രാക്കുള. മനുഷ്യരക്തം കുടിക്കുന്ന ഒരു DTS രക്തരക്ഷസായാണ്. ചില ഈ വികാര പ്രകടനങ്ങളൊക്കെ വരുമ്പോൾ പിള്ളേരല്ലേന്ന് ഒന്നുമില്ല, നമ്മളൊക്കെ പിള്ളേരില്ലേ? അല്ല, നമുക്കൊക്കെ പിള്ളേരില്ലേന്ന്. അപ്പം ആവേശത്തിലും കൈയടിച്ചു. അവരുടെ കൈയടി കിട്ടണമെന്നുള്ളത് കൊണ്ട് തന്നെ ചില എരിവും പുളിയുള്ള വാചകങ്ങൾ ഞങ്ങൾ ഒക്കെ പറയാറുണ്ട്. അത് അന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേക സ്വഭാവമാണത്. എന്നെ ട്രാക്കുള എന്ന് വിളിച്ചാണ് സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ട് എന്നെ സഭയുടെ. മനുഷ്യരക്തം കുടിക്കുന്ന ഒരു DTS രക്തരക്ഷസായാണ്. ഞാൻ അപ്പം സാഹിത്യം പഠിച്ചാണ് കൂടിയല്ലേ. രക്തം കുറ്റി കുടിക്കുന്ന ആള് അറിയാലോ. ഉണ്ണിക്ക് ദാഹിക്കുന്നുണ്ടോ? അല്പം രക്തം കുടിച്ചോളൂ. ഞാൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ അദ്ദേഹം പ്രതിനിധിയായി ചർച്ചയിൽ പങ്കെടുക്കുക എന്ന് വെച്ചാൽ സംസ്ഥാന കമ്മിറ്റി ഇല്ലെന്നല്ലേ എൻ്റെ അർത്ഥം. അതിന് സംസ്ഥാന കമ്മിറ്റി ഇത് മാറ്റി. ആര് മാറ്റി? എടുത്തില്ല എന്ന് പറയണം. തുളുനാട്ടിൽ നിന്നും കള്ളപ്പയറ്റ് പഠിച്ചിട്ട് വന്ന കള്ളപ്പെടുവ ഇന്ന് ഇറങ്ങിക്കോണം. ഈ അങ്കത്തട്ടിന്ന്, ഈ കൊട്ടാര വളപ്പിന്ന്, ഈ ടെറിട്ടറിന്ന്. ഷേക്സ്പിയറിനെയും മാക്ബത്തിനെയും വരെ ഉദ്ധരിച്ചാണ് അന്ന് സമ്മേളനത്തിൽ ജി സുധാകരനും AK ബാലനും കൊമ്പുകോർത്തത്. അതൊക്കെ പക്വതയില്ലാ കാലമെന്ന് ബാലൻ സഖാവ് പറയുന്നു. അവിടെ നിന്ന് AK ബാലൻ ഒരുപാട് മാറി. തനിക്ക് മാറേണ്ട ആവശ്യമില്ലെന്ന് ജി സുധാകരൻ. അതെ, ഒട്ടും മാറിയിട്ടില്ലെന്ന് നമുക്കും മനസ്സിലാകും. ജി സുധാകരൻ SFIയുടെ ഒരു മനസ്സാണ്. SFIയുടെ ഒരു മനസ്സുണ്ട്, അതിപ്പോഴും ഉണ്ട്. ഞാൻ മാറിയിട്ടില്ല, ഞാൻ മാറത്തില്ല. അല്ല, ഞാൻ പറഞ്ഞില്ല, എല്ലാം മാറിക്കൊണ്ടിരിക്കുകയല്ലേ. മാറാതിരിക്കുന്നത് മാറ്റം മാത്രമാണെന്ന് പറഞ്ഞു വെച്ചല്ലോ. മാറാത്തത് ഒന്നേ ഉള്ളൂ, മാറ്റം എന്നല്ലേ കാറൽ മാർക്സ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ മാറിയിട്ടില്ല, ഞാൻ മാറത്തില്ല. SFI എന്ന് പറയുന്നത് വിദ്യാർത്ഥി രംഗമാണ്. വിദ്യാർത്ഥി രംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചാവല്യങ്ങൾ വിദ്യാർത്ഥികൾക്കും ഉണ്ടാവും, നേതാക്കന്മാർക്കും ഉണ്ടാവും. അതുമായിട്ട് എനിക്ക് ഇട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ. ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. അത് പലരും മനസ്സിലാക്കിയാ കൊള്ളാം. ജി സുധാകരന് ഉണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്, ചാവല്യങ്ങളുണ്ട് എന്നല്ല പറയുന്നത്. ഞാൻ മാറിയിട്ടില്ല, ഞാൻ മാറത്തില്ല. ഞാനും ആദ്യം അദ്ദേഹത്തിന്റെ അതേ ശൈലിയിൽ തന്നെയായിരുന്നു. പിന്നെ SFIയിലുള്ള സമയത്ത് പ്രായം കുറെ മാറ്റം വരുത്തി. അപ്പൊ ഞാൻ മാറിയിട്ടില്ല, ബാലൻ മാറി എന്നാ ബാലൻ പറയുന്നത്. ബാലൻ മാറിക്കും. ഒന്നാമത് പിള്ളേരുടെ സമ്മേളനല്ലേ ഇത്. കൊച്ചുകുട്ടികളല്ലേ, അവരെന്തോ ശബ്ദം ഉണ്ടാക്കി. കൊച്ചുകുട്ടികൾക്ക് അതൊരു രസമാ. കൂ എന്നൊരു ശബ്ദമേ അവർക്ക് അറിയാവൂ. പിള്ളേരുടേതായിട്ടുള്ള ചാവല്യങ്ങൾ ഉണ്ടാവില്ലേ വർത്തമാനത്തിൽ. അത് പിന്നീട് ഉണ്ടാകുന്നത് ശരിയല്ലല്ലോ. പക്വത വന്നു, ബോധം വന്നു. നേതാക്കൾ പക്വത ആർജിക്കുമ്പോഴാണ് പാർട്ടി വിരമിക്കലും സമ്മാനിക്കുന്നത്. പഴയ നേതാവിന് ഇനിയും പക്വത വന്നിട്ടില്ല എന്നാണോ ബാലൻ സഖാവ് ഉദ്ദേശിക്കുന്നത്? അല്ലെ, അന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. താൻ പാർട്ടി വിടാൻ പോകുന്നുവെന്ന് പാർട്ടിക്കാരിൽ ചിലർ പറഞ്ഞു നടക്കുന്നതായാണ് ജി സുധാകരൻ സഖാവിൻ്റെ പരാതി. അങ്ങനെയൊന്നും വിട്ടുപോകുന്ന ആളല്ല. അകത്തു നിന്നുള്ള സമരമാണ് പണ്ടേ പഥ്യം. ആദ്യം BJP എന്ന് പറയാണ് ഈ സതീശന്റെ ആൾക്കാർ. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. BJP പോന്നാ പറയും. അത് കഴിഞ്ഞപ്പോ ഇന്നലെ പറഞ്ഞിരിക്കുന്നത് വീണ്ടും BJP പോകണം. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇപ്പൊ BJPയും കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു ചെറിയ വിഭാഗം ക്രിമിനൽസ് ആലപ്പുഴയിൽ പാർട്ടിയുടെ തണൽ കിടക്കുന്നതെന്നല്ലേ ഇതിന്റെ അർത്ഥം. അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ഒരാളെങ്കിലും BJPയിലോട്ട് പോകും. അത് ഒരാളാണോ? ഞാൻ 62 വർഷക്കാലത്ത് എൻ്റെ പ്രവർത്തനമല്ലേ. എൻ്റെ വ്യക്തിപരമായി സഹിക്കുന്ന എത്ര ആയിരം ആൾ കാണും. സുധാകരൻ സാഹിബിനെ സംബന്ധിച്ചിടത്തോളം സുധാകരൻ സാഹിബ് ഒരിക്കലും ഒരു പാർട്ടിയിലും പോവുകയില്ല, വേറെ എങ്ങും പോകത്തില്ല. പാർട്ടിക്ക് വിധേയനായി പാർട്ടിയിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെയല്ല പാർട്ടി. അതുകൊണ്ട് തന്നെ അദ്ദേഹം അങ്ങനെ സംഭവിക്കാനും പറ്റില്ല. പിന്നെ അദ്ദേഹത്തിന് ഇങ്ങനെ പ്രതികരണം വെച്ചുകൊണ്ട് ചില ആൾക്കാർ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതാണ്. പൊട്ടുപോകും വറ്റുപോകും എന്നൊക്കെ പറയുന്നത്. അതല്ലാണ്ട് സുധാകരൻ സാഹിബിനെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം. സുധാകരൻ സാഹിബ് അങ്ങനെ പോകുന്ന ആളല്ല. ഇവിടെ അല്ലാതെ വേറെ അവിടെ താമസിക്കും. ഫേസ്ബുക്ക് പോസ്റ്റിൽ കാരണവർ സഖാവിനെ തെറിവിളിക്കുകയാണ് ചില പാർട്ടിക്കാർ.
വെടിനിർത്തൽ സജി ചെറിയാൻ ആഹ്വാനം ചെയ്തപ്പോൾ സ്വിച്ച് ഇട്ടതുപോലെ എല്ലാം നിന്നു. അപ്പോൾ എല്ലാം തുടങ്ങി വെച്ചതിൻ്റെ പിന്നിലെ സ്വിച്ച് ആരാണ് എന്നാണ് സഖാവിൻ്റെ ചോദ്യം. ഈ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ വായിച്ചാൽ നിങ്ങൾ ഉടനെ വെക്കും, അത്ര അശ്ലീലമാണ് എഴുതുന്നത്. അച്ഛനെ വിളിക്കുകയാണ് എപ്പോഴും. ഇനി മേലിനെ കളിയൊക്കെ ഞാൻ വല്ല ട്രോളുകാർക്കും പിടിച്ചു കൊടുക്കും. അവര് ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ ഇട്ട് നശിപ്പിച്ചു കളയും. പിടിച്ചു കൊടുക്കട്ടെ. എൻ്റെ പേര് പറഞ്ഞിട്ടില്ല, പേര് പറയാത്തതുകൊണ്ട് ഞാൻ പ്രതികരിക്കേണ്ട കാര്യമില്ല. പക്ഷേ പേര് പറഞ്ഞില്ലെങ്കിലും നാട്ടുകാർക്ക് തോന്നും അമ്പലപ്പുഴ ജനപ്രതിനിധിയാണ് നേതൃത്വം കൊടുക്കുന്നത് എന്ന മട്ടിലാണ്. ഞാൻ ആരുടെയും പേര് പറഞ്ഞില്ല, ഉടനെ ഇന്നാലെ പറ്റിയാണ്. അപ്പം അത് ആ പ്രവർത്തനം ചെയ്ത് തന്നെ ശരിയല്ല. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. വെറുതെയാണ് അങ്ങനൊന്നും ചെയ്യാനൊക്കെ ഇല്ല. അമ്പലപ്പുഴ എം എൽ എക്ക് അങ്ങ് പ്രവർത്തിക്കാനല്ല. അമ്പലപ്പുഴ എം എൽ ഈ പാർട്ടിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ആളല്ലേ. അദ്ദേഹം അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല, അങ്ങനെ ആണെന്ന് പ്രചരിപ്പിക്കുക. യഥാർത്ഥത്തിൽ അയാൾ അങ്ങനെയൊന്നും ചെയ്തില്ല. അങ്ങനെ ചെയ്യാനൊക്കെ കഴിയില്ലല്ലോ. ചെയ്യാൻ കഴിഞ്ഞാൽ അയാൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പാർട്ടിയിലുണ്ടാവും. എന്നോട് ഫൈറ്റ് ചെയ്യാൻ പറയണ്ട, ജയിക്കത്തില്ല. എന്നോട് ഫൈറ്റ് ചെയ്ത് ആരും ജയിച്ചിട്ടില്ല. എന്നോട് ഫൈറ്റ് ചെയ്തവർ ഒറ്റയാൾ ജയിച്ചിട്ടില്ല. കളിക്കുന്നത് എപ്പോഴും ജയിക്കാൻ വേണ്ടി മാത്രമായിരിക്കും. ഐ ഓൾവേസ് പ്ലേ ടു വിൻ. മൂന്നാമതും പിണറായി വിജയൻ സാഹു മുഖ്യമന്ത്രി ആവണം എന്ന ചർച്ചയാണല്ലോ നടക്കുന്നത്. അതിൽ ഭൂരിപക്ഷം കിട്ടണമെങ്കിൽ അമ്പലപ്പുഴ കൂടെ കിട്ടണ്ടേ, ആലപ്പുഴ കിട്ടണ്ടേ. താൻ പാർട്ടിക്കോ പാർട്ടി നയത്തിനോ എതിരെ ഒന്നും പറഞ്ഞില്ല എന്നാണ് ജി സുധാകരൻ്റെ വാദം. മുനവച്ച വാക്കുകൾ ഭരണത്തിന് നേതൃത്വം നൽകുന്ന പാർട്ടിക്കും എതിരെയാണ് എന്നത് എല്ലാവർക്കും അറിയാം. എന്തായാലും ജില്ലാ സെക്രട്ടറി പോയി നേരിൽ കണ്ടതോടെ തൽക്കാലം എല്ലാം ശാന്തമായി എന്ന് മാത്രമേ ഉള്ളൂ. സുധാകരൻ സഖാവിനെ ചൊറിയാൻ പോയാൽ പുള്ളി കയറി മാന്തും. ആലപ്പുഴയിലെ പാർട്ടിക്കാർ ജാഗ്രത. ഞാൻ ഇന്ന് വരെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ പറഞ്ഞ ഒരു വാചകം കാണിക്കാവോ? അത് പറയുമോ? പാർട്ടി നയത്തിനും എതിരെ പറഞ്ഞ ഒരു കാര്യം പറയാം. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. കേരളം വളരെ മുൻപന്തിയിലാണ്, എല്ലാത്തിനും മുൻപന്തിയിലാണ്, നമ്മളാണ് ലോകത്തെ ഒന്നാമതെന്നൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമല്ലോ. എല്ലാത്തിനും ഒന്നാമത് നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്വയം പുകഴ്ത്തൽ. എല്ലാത്തിലും ഒന്നാം സ്ഥാനത്താണ്. കറക്റ്റ്. അങ്ങനെ പറയുന്നത് ശരിയാണോ? അങ്ങനെയാണോ എന്ന് ചോദിച്ചതിന് ശേഷമാണ് അദ്ദേഹം പറയുന്നത് ശബരിമലയിൽ ഇതാണോ അതിലും ഒന്നാം സ്ഥാനത്തല്ലേ. ഞാൻ ദേവസ്വം മന്ത്രിയായിരുന്നു, എനിക്കറിയാം. ഇതൊക്കെ ഞാൻ അവസാനിപ്പിച്ചാണല്ലോ. അപ്പോൾ വലിയ കാര്യത്തെ ഓരോന്ന് പറയുന്നല്ലോ. അന്ന് ഒരു സ്വർണ്ണപ്പാളി ആരും കൊണ്ടുപോയില്ല. ഇത് കേട്ടിരിക്കുന്ന ഒരാളിന് എന്താ തോന്നുന്നത്? ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ ആഴ്ചത്തെ ഇര മന്ത്രി KB ഗണേഷ് കുമാറാണ്. ഗണേഷ് കുമാറിനെതിരായ വിമർശനത്തിന് ഗണേശ എന്ന് ഇങ്ങനെ എപ്പോഴും പറയുന്നത് കൊണ്ട് അദ്ദേഹത്തിന് മോക്ഷം കിട്ടുമായിരിക്കും എന്ന് മന്ത്രി ഗണേഷ് കുമാർ ഒന്ന് പ്രതികരിച്ചു പോയി. പോരേ പൂരം. ശിവപാർവതിമാരുടെ മകനായ വിഘ്നേശ്വരൻ എന്ന ഗണേശ ഭഗവാൻ എവിടെ? മന്ത്രി ഗണേഷ് കുമാർ എവിടെ? വെള്ളാപ്പള്ളിയുടെ താരതമ്യ സാഹിത്യ പഠനം കേൾക്കാം. ഞാൻ ചോദിക്കുന്ന വിഷമം തോന്നരുത്. ഡോക്ടർ ഈഴവനാണോ? എന്റെ മാമ പറഞ്ഞു അങ്ങനെ വരുള്ളൂ, അങ്ങനെ വഴിയുള്ളൂ. അപ്പൊ ഇനി ഞാൻ ധൈര്യമായിട്ട് മാമ പറഞ്ഞ കാര്യം പറയൂ. പുള്ളി പറഞ്ഞ ഒരു കാര്യം എന്താന്ന് വെച്ചാല് ഗണേശനെന്ന് പല പ്രാവശ്യം പറയണമെങ്കിൽ പുണ്യം കിട്ടുമെന്ന് അല്ലേ? ശരിയാണ്. ഏത് ഗണേശനാണ്? വിഘ്നേശ്വരനായ ഗണേശൻ. അവൻ്റെ തന്തയാണ് നടേശൻ. ആരാണ്? ആരാണ്? ശിവൻ. കാര്യമില്ല. വിട്. അവൻ്റെ തന്തയാണ്. തന്തക്കിട്ട് ഭാരവെക്കുന്നതാണ്. അവരവരുടെ സംസ്കാരം അനുസരിച്ച് അവർ സംസാരിക്കും. ഗണപതി ഒരിക്കലും തന്തക്കിട്ട് ഭാരം വെച്ചിട്ടില്ല. വളരെ മോശമായി പോയി. ഒരാളുടെ തന്തയ്ക്കൊക്കെ പറയാന്ന് പറഞ്ഞ, പക്ഷെ അയാൾ എന്നോട് അങ്ങനെ പറഞ്ഞോണ്ടല്ലേ. തന്തയെ ബഹുമാനിച്ച് ലോകം കീഴ്പ്പെടുത്തുവാൻ പറഞ്ഞപ്പോഴത്തേക്ക് ശിവന് വലം വച്ച് ഞാൻ ലോകം കീഴ്പ്പെടുത്തി എന്ന് പറഞ്ഞതും, സുബ്രഹ്മണ്യൻ ലോകം ചുറ്റാൻ മയിലിൻ്റെ പുറത്ത് നടന്നപ്പോൾ ഗണേശൻ അച്ഛനും അമ്മയ്ക്കും ചുറ്റി. അപ്പൊ അച്ഛനും അമ്മയ്ക്കിട്ടും പാര വെച്ചവനാണ് ഞാൻ ഈ ഗണേശൻ. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ തന്തക്കിട്ട് പാര വെച്ചവൻ ഈ ഗണേശൻ. തന്തയ്ക്കൊക്കെ പറയാന്ന് പറഞ്ഞ പറ്റി എന്ത് പറയാനാണ്? തന്തക്കിട്ടും മകനിട്ട് അമ്മക്കിട്ടും പാര വെച്ച പെങ്ങക്കിട്ടും പാര വെച്ചില്ലേ ഈ ഗണേശൻ? ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഗണേശൻ. അയ്യോ, ഒരാളുടെ തന്തയ്ക്ക് പറഞ്ഞ എന്തൊരു ആശ്വാസം. അല്ല, അതൊരാളെ സംസ്കാരം. എല്ലാവർക്കും അതേ സംസ്കാരമാണ് അല്ലല്ലോ. അപ്പൊ തന്തക്കിട്ട് പാര വെച്ചവൻ എന്തൊരു വൃത്തിയുടെ ലാംഗ്വേജ് കൺട്രിമേൻ. ഒറിജിനൽ ഗണേശനും ഡ്യൂപ്ലിക്കേറ്റ് ഗണേശനുണ്ട്. ഇത് നടേശനാണ്, ശിവനാണ്.
ഈ ശിവന്റെ മകനല്ല അത് വേറെ കണ്ടവനിലുണ്ടായ മകനാണ് ഈ ശിവൻ. ശിവനിലുണ്ടായതാണ്. ആ സംസ്കാരം ആളുകളും തിരിച്ചറിഞ്ഞാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അതിന് മറുപടി ഒന്നും പറയാനില്ല. ആ ലെവലല്ല എൻ്റെ ലെവൽ, എനിക്ക് ഇച്ചിരി കൂടിയ ലെവലാണ്. നിങ്ങൾ ഇത് തന്നെ എനിക്കൊരു പുല്ലുമില്ലെന്ന്. അത് സാക്ഷാൽ ശിവൻ്റെതല്ലേ, പുത്രനല്ലേ, ശിവപാർവതിയുടെ പുത്രൻ. ശിവപാർവതിയുടെ പുത്രന്മാരിൽ നിന്ന് ഇങ്ങനെയുള്ള അപശബ്ദം വരത്തില്ല. അല്ല, അത് ഒരാളെ കൾച്ചർ ഞാൻ പറഞ്ഞില്ലേ, ഓരോരുത്തരുടെ കൾച്ചർ ഓരോ വിധത്തിലാണ്. ഓക്കെ, അത്രേ പറയാനുള്ളൂ മറുപടി. അല്ലെങ്കിൽ പറയുക ഞാൻ ശിവനാണ്, ഞാൻ ഗണപതിയാണ്, എന്നെപ്പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മോക്ഷം കിട്ടുന്നു. ഇങ്ങനെ ഈ കാലഘട്ടത്തിൽ ഈ സൈസ് പമ്പര വിഡ്ഢിത്തം പറയുന്ന ആരെങ്കിലും ഉണ്ടോ? അഹങ്കാരത്തിന് കൈയും കാലും വെച്ച് അതൊക്കെ ഓരോരുത്തരുടെ കൾച്ചർ അനുസരിച്ച് സംസാരിക്കും. പ്രായവും പക്വതയൊന്നും ഇല്ലാതെ കൾച്ചറില്ലാത്തവർ പലതും സംസാരിക്കും. അതിന് മറുപടി പറയേണ്ട കാര്യം നമുക്കില്ല. നമ്മൾ ആ ലെവലിലേക്ക് താഴണ്ട. ബോധമില്ലാണ്ട് എന്തെങ്കിലും ബുദ്ധിമോശം കാണിച്ച ബുദ്ധിയുള്ളവർ ബോധത്തോടെ പറഞ്ഞ് മനസ്സിലാക്കി തരണ്ടേ? അതല്ലേ ബോധക്കേടുള്ളവരുടെ ലക്ഷണം. ഒരു കുപ്പി അവിടെ ഇരിക്കണമെന്ന് പറഞ്ഞ കുപ്പി എടുത്തിന് അവൻ എന്തെല്ലാം പറഞ്ഞിട്ട് സസ്പെൻഡ് ചെയ്യുന്നു. ഇതിൻ്റെ രാജവാഴ്ച. സാർ ചക്രവർത്തി പോലും ഇങ്ങനെ പെരുമാറില്ല. ആരോടും ചൂടൽ മാടമ്പത്തിൻ്റെ അപ്പുറം അവരുടെ പാരമ്പര്യം അതല്ല, മാടമ്പി സ്വഭാവമാണല്ലോ. തൽക്കാലം അത്ര പറഞ്ഞു. ഇനി ബാക്കി പിന്നാലെ.